കണ്ണൂരിലെ 6 ആശുപത്രികളിലെ നഴ്സിംഗ് സമരം 4 ദിവസം പിന്നിട്ടു. 350ഓളം നഴ്സുമാരാണ് സമരത്തിൽ. ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് സമരം. സമരം പൊളിക്കാൻ നഴ്സിംഗ് ട്രെയിനിമാരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തതെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് പറഞ്ഞു. സമരത്തിന് AYF ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ 6 ആശുപത്രികളിലെ നഴ്സുമാരാണ് വേതന വർധനവ് ആവശ്യപ്പെട്ട് സമരം നടത്തുന്നത്. ധനലക്ഷ്മി, കൊയിലി, ആശീർവാദ്, സ്പെഷ്യാലിറ്റി, ഫാത്തിമ, കിംസ്റ്റ് ഹോസ്പിറ്റലുകളിലാണ് സമരം. നഴ്സുമാരുടെ വേതന വർധനവ് എന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് സമരം നടത്തുന്നതെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് പറഞ്ഞു. സുപ്രീം കോടതി വിധി പ്രകാരം ജഗദീഷ് കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട് നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച്. ആ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നുള്ള ഡിമാൻഡ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രോഗികളോടാണ് പല നഴ്സുമാരും ജോലി ചെയ്യുന്നത്. ഇപ്പോൾ 21,000 മേലെ ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് ESI പരിരക്ഷയില്ല. അപ്പോൾ ഇവർ രോഗികളെ എടുത്ത് രോഗാണുക്കളായിട്ട് വീട്ടിൽ ചെന്ന് കുട്ടികൾക്ക് അല്ലെങ്കിൽ പാരൻസിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഇവർ സ്വന്തം കയ്യിൽ നിന്ന് ചികിത്സിക്കേണ്ട അവസ്ഥയാണ്. ഒരു ഇൻഷുറൻസ് എടുക്കുന്നതന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടുത്തെ നഴ്സുമാർ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അവരെ 1.5 മാസം ശമ്പളം കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് ആശുപത്രിയിൽ ഇവരുടെ ചികിത്സയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയിലൊരു സംവിധാനം കൂടി വേണമെന്നുള്ളൊരു ഡിമാൻഡ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ട് ട്രെയിനിങ് സിസ്റ്റം പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മിനിമം വേജസും സീനിയർ സ്റ്റാഫിന് അതിന് അനുയോജ്യമായിട്ടുള്ള ഫെയർ വേജസും നൽകുന്നുള്ള ഡിമാൻഡിലാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇരിക്കുന്നത്. സമരത്തിന് ഐക്യദാർഢ്യവുമായി AYF നേതാക്കൾ സമരപ്പന്തലിൽ എത്തി. സംസ്ഥാന പ്രസിഡന്റ് K. ഷാജഹാൻ, ജനറൽ സെക്രട്ടറി KV രജീഷ്, ജില്ലാ സെക്രട്ടറി KV സാഗർ, KR ചന്ദ്രകാന്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ എത്തിയത്. നഴ്സുമാരുടെ ന്യായമായ ആവശ്യങ്ങൾ മാനേജ്മെന്റുകൾ അംഗീകരിക്കണമെന്നും അതിന് ഇടപെടാൻ തൊഴിൽ വകുപ്പ് തയ്യാറാകണമെന്നും ഷാജഹാൻ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന കേരളത്തിലെ പ്രബലമായി നിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അവഗണിക്കാൻ കഴിയാത്ത ഒരു ജനവിഭാഗമായി അല്ലെങ്കിൽ ഒരു അവശ്യ സർവീസായി നിലനിൽക്കുന്ന കേരളത്തിലെ നഴ്സുമാരുടെ ഈ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ പരിഹരിക്കുന്നതിന് അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സമരങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും സംവാദങ്ങളും എല്ലാം തന്നെ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് AYF വിശ്വസിക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ വന്നിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകളോട് ബന്ധപ്പെട്ട വകുപ്പുകളോട് ഇടപെട്ടുകൊണ്ട് നിങ്ങളുടെ സമരത്തിനൊപ്പം കേരളത്തിലെ എല്ലാ ജനകീയ സമരങ്ങളോടൊപ്പം നിലനിൽക്കുന്ന സംഘടനയാണ് AYF എന്ന് പറയുന്ന സംഘടന. സമരം ഒത്തുതീർപ്പാക്കാൻ ബുധനാഴ്ച ജില്ലാ ലേബർ ഓഫീസർ INA നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് INA നേതാക്കൾ അറിയിച്ചു. INA ജില്ലാ പ്രസിഡന്റ് സോഫിയ അബ്രഹാം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി EK അനുപമ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടിജുമോൾ T. ജോർജ്, ജില്ലാ സെക്രട്ടറി പ്രജിത മാവിള്ളി തുടങ്ങിയവർ ധനലക്ഷ്മി ഹോസ്പിറ്റലിന് മുന്നിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.